ഹലോ, അസ്സാം വലൈക്കും. നിജ്മാസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുഡിംഗ് ആണ്. പുഡിംഗ് എന്ന് പറയാൻ നേരത്ത് റെയിൻബോ ബിസ്ക്കറ്റ് പുഡിംഗ് ആണ് ഞാനിന്ന് ചെയ്യുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ്: 1 ഗ്ലാസ് പാലാണ് ആദ്യം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കസ്റ്റാർഡ് പൗഡർ ഒരു 2 സ്പൂണാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. മൂന്നാമതായി നമുക്ക് ആവശ്യം ഫുഡ് കളറാണ്. ഫുഡ് കളർ നമുക്ക് കേക്കിന് യൂസ് ചെയ്യുന്ന ഏത് ഫുഡ് കളറും ഇതിനു വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ 3 കളറാണ് ഉപയോഗിക്കുന്നത്: റെഡ്, ഗ്രീന്, ബ്ലൂ. പിന്നെ നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഏലക്ക ഒരെണ്ണം മതി, അത് ആവശ്യത്തിന്. അതേപോലെ തന്നെ ബിസ്ക്കറ്റ് ഒരു 8-10 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാൻ 1 ബൗൾ പഞ്ചസാരയാണ് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പാല് തിളപ്പിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് പാലിന് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു ഏലക്ക ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പാലൊന്ന് തിളക്കണം. ആ സമയത്ത് നമുക്ക് കസ്റ്റാർഡ് പൗഡറിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ഡയറക്റ്റ് ചൂട് പാലിലേക്ക് ഒഴിക്കുമ്പോൾ അതൊന്ന് കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വെള്ളത്തിലൊന്ന് കലക്കി വെക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് 3-4 തുള്ളി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ല മിക്സ് ചെയ്യണം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അത് കുറുകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പരുവം ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പുഡിംഗ് റെഡിയായി കഴിഞ്ഞു. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെൽ ബട്ടൺ അമർത്തണമെങ്കിൽ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഈ കസ്റ്റാർഡിനെ 4 പോർഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ 3 പോർഷൻസിലാണ് നമ്മൾ കളർ യൂസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പോർഷനിൽ നമ്മൾ ഓറഞ്ച് കളറാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോർഷനിൽ നമ്മൾ ബ്ലൂ കളറാണ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ പോർഷനിൽ നമ്മൾ ഗ്രീൻ കളറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെൽ ബട്ടൺ അമർത്തണമെങ്കിൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എന്നാലേ ഞങ്ങൾക്ക് ഇനിയും പുതിയ വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.